ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര. കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള എക്സാമിൻ്റെ സിലബസ് പുറത്തുവിട്ടിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 555/2021. ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11th May 2023 ആണ്. അതുപോലെ തന്നെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 11th July 2023 ആണ്. അതായത് നമ്മുടെ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സിൻ്റെ എക്സാമാണ്. അപ്പോൾ കേരള PSC പറയുന്ന വേക്കൻസീസ് 17 എന്നുള്ള വേക്കൻസീസ് എന്തായാലും ഇൻക്രീസ് ചെയ്യും. സോ ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 10 മൊഡ്യൂളുകളായിട്ടാണ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നിന്ന് മൊത്തം 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എപ്പോഴും ഒരു ITI ബേസ്ഡ് നിമി ബേസ്ഡ് എക്സാമിന് എപ്പോഴും സിലബസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് ഈ സേഫ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളും ഇതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ഒരു പാർട്ടാണ്. ഐഡിയ ഓഫ് ട്രേഡ് ടൂൾസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ, ബേസിക്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതുപോലെ കേബിൾ ടെസ്റ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് സെൽസ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററി. അപ്പോൾ സെല്ല്, ബാറ്ററി പോലത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള പോർഷൻസ് ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അതുപോലെ തന്നെ AC ആൻഡ് ഇലക്ട്രിക്കൽ കേബിൾസ്, ഇതും സെക്കൻഡ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ വളരെ ബ്രീഫായിട്ടൊരു സിലബസ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ അതുപോലെ കേബിൾ ടെസ്റ്റിംഗ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിനും മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്സ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് മൊഡ്യൂൾ 3 കുറിച്ചാണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് 15 മാർക്കാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് എന്താണ്, അതുപോലെ തന്നെ അൺറെഗുലേറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് പവർ സപ്ലൈ, ഓസിലേറ്റർ ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കോമ്പണൻസ്, PCB, SMD, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 പറയുന്നത്. ഇപ്പോൾ പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വൈഡായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. റെസിസ്റ്റർ തൊട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റർ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ പറയാനുണ്ട്. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആയിരിക്കും. കാരണം ഇത് അത്രയും വൈഡായിട്ട് 15 മാർക്കിനാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ നോക്കുക, മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് 15 മാർക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് അവർ പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം അസംബ്ലിങ്, അതുപോലെ OS ഇൻസ്റ്റാളേഷൻ, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതുപോലത്തെ ഇൻ്റർനെറ്റ്, ബ്രൗസ് ആൻഡ് മെയിൽ ID ക്രിയേഷൻ, സെർച്ച് എഞ്ചിൻ, ഇതുപോലത്തെ ബേസിക് ടോപ്പിക്സ് ആണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അവർ പറയുന്നത് പവർ ഇലക്ട്രോണിക് കോമ്പണൻസ് ആണ്. അതായത് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട് SCR, ട്രയാക്ക്, ഡയാക്ക്, അതുപോലെ IGBT, മോസ്ഫെറ്റ് പോലത്തെ പവർ ഇലക്ട്രോണിക്സ് കോമ്പണൻസും സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് ടെസ്റ്റ് ഓഫ് പവർ കൺട്രോൾ സർക്യൂട്ട് ആൻഡ് ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് പവർ ഇലക്ട്രോണിക് കോമ്പണൻസ്, ദെയർ സ്പെസിഫിക്കേഷൻ ആൻഡ് ടെർമിനൽസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊഡ്യൂൾ 4 വരുന്നത്. മൊഡ്യൂൾ 4 എന്നുള്ളത് 15 മാർക്കാണ്. അതുപോലെ തന്നെ മൊഡ്യൂൾ 5 കുറിച്ച് പറയുകയാണെങ്കിൽ മൊഡ്യൂൾ 5ഉം വളരെ വൈഡായിട്ടുള്ളൊരു മൊഡ്യൂളാണെന്ന് പറയാം. മൊഡ്യൂൾ 5ൽ നിന്ന് 10 മാർക്കാണ് മൊത്തം വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ പറയുന്നത് വേരിയസ് ടൈപ്പ് ഓഫ് LED, അതുപോലെ LED ഡിസ്പ്ലേ, അതിൻ്റെ ഇൻ്റർഫേസ് യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു ഒപ്പാമ്പിൻ്റെ കുറച്ച് പാർട്ടുകൾ വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു IC 741 ആൻഡ് 555. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്, അതുപോലെ ഡയോഡ് മൊഡ്യൂൾസ് ആൻഡ് ദെയർ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതുപോലെ ഹൗ ടു ടെസ്റ്റ് ദി ഡയോഡ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മൊഡ്യൂൾ 5 പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെ കേരള PSC കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ പവർ സപ്ലൈ, അതുപോലെ റെക്ടിഫയർ എന്താണ്, നമ്മുടെ ഫിൽട്ടർ സർക്യൂട്ട്സ് എന്താണ്, സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എന്താണ്. അപ്പോൾ അതിൻ്റെ കുറേ ന്യൂമറിക്കൽ പാർട്ടും സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പാർട്ടിന് വരുന്നത് 10 മാർക്കാണ്. നമ്മൾ മൊഡ്യൂൾ 6 കിടക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടോപ്പിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. DSO അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ആൻഡ് ഇറ്റ്സ് വേരിയസ് ഫംഗ്ഷൻ. അപ്പോൾ DSOയിൽ നിന്ന് 8 മാർക്കാണ് നമ്മുടെ സിലബസ് പ്രകാരം പറയുന്നത്. 8 മാർക്ക്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ DSOയുടെ വർക്കിംഗ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, 8 മാർക്കാണ് ഇതിൽ സിലബസിൽ പറയുന്നത്. ഇനി നിങ്ങൾ നോക്ക്, മൊഡ്യൂൾ 7 കിടക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 7 10 മാർക്കിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് പറഞ്ഞതെന്ന്. അതായത് 8051 മൈക്രോ കൺട്രോളറും അതിൽ വേരിയസ് ഇൻസ്ട്രക്ഷൻ സെറ്റുമാണ്. അത്രേ സിലബസിൽ പറയുന്നുള്ളൂ. ഇതിന് മൊത്തം പറയുന്നത് 10 മാർക്കാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ
നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് വരെ ഇതിൽ പഠിക്കേണ്ടതായിട്ട് വരും. ഒരു പ്രോഗ്രാം തന്നിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം മൈക്രോ കൺട്രോളർ 8051 നിന്ന് 10 മാർക്കാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മൊഡ്യൂൾ 8 കിടക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 8 ഇതുപോലെ 10 മാർക്കിൻ്റെ ഒരു പോർഷനാണ്. 3 ഫേസ് റെക്ടിഫയർ, ചോപ്പർ, SMS, SMPS, ഇൻവേർട്ടർ, UPS, അതുപോലെ ഇലക്ട്രിക്കൽ കൺട്രോൾ സർക്യൂട്ട്സ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 8 പറയുന്നത് അല്ലേ. അപ്പോൾ ചോപ്പറും SMPSും ഇൻവേർട്ടറും UPS ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 10 മാർക്കിൻ്റെ പോർഷനാണ് മൊഡ്യൂൾ 8. പിന്നെ നിങ്ങൾ നോക്കുക മൊഡ്യൂൾ 9. മൊഡ്യൂൾ 9 12 മാർക്കാണ് PSC പറയുന്നത്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പ് ഓഫ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രോസസ് സെൻസർ, സ്പീഡ് കൺട്രോൾ ഓഫ് DC മെഷീൻ ആൻഡ് സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് AC മെഷീൻസ്. അതുപോലെ ഇൻസ്റ്റാൾ, കോൺഫിഗർ ആൻഡ് ചെക്ക് ദി പെർഫോമൻസ് ഓഫ് AC ആൻഡ് DC ഡ്രൈവ് ടു കൺട്രോൾ ദി സ്പീഡ്. അതുപോലെ സ്പീഡ് കൺട്രോൾ ഓഫ് സെർവോ മോട്ടോർ. അപ്പോൾ ഇത്രയും പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് 12 മാർക്കിൻ്റെ മൊഡ്യൂൾ 9 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 9ഉം നമ്മൾ ബ്രീഫായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ആണ്. PLC, അതിൻ്റെ ഓപ്പറേഷൻ, അതുപോലെ ഡിഫറെൻറ്റ് ഇൻഡിക്കേഷൻ ഓൺ PLC, അതുപോലെ തന്നെ കോൺഫിഗർ ദ സിസ്റ്റം ആൻഡ് പെർഫോമൻസ് ഓഫ് ദി സ്യൂട്ടബിൾ ഫംഗ്ഷൻ. അപ്പോൾ PLCയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മൊഡ്യൂൾ 10 പറയുന്നുണ്ട്. അപ്പോൾ PLCയും വളരെ വൈഡായിട്ട് പഠിക്കാനുള്ള ഒരു പോർഷനാണ്. 10 മാർക്കാണ്. അപ്പോൾ ഇതും നമ്മുടെ ITI NIMI ബേസ്ഡ് ആയിട്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, PLCയിലെ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. 10 മൊഡ്യൂളായിട്ട് 100 മാർക്കിനാണ് നമ്മുടെ സിലബസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മൊഡ്യൂൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ ക്രാഷ് ബാച്ച് മെയ് 7 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഈ സൺഡേ തൊട്ട് നമ്മൾ പുതിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബുക്ക്ലെറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക്ലെറ്റെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ കോച്ചിങ് എടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ തൊട്ട് മുന്നേറ്റ് നമുക്ക് ഡെമോൺസ്ട്രേറ്ററിൻ്റെ എക്സാം വരുന്നുണ്ട്. അതായത് ജൂൺ 5, ജൂൺ 12 ഡേറ്റുകളിലായിട്ട് ഡെമോൺസ്ട്രേറ്റർ EC അതുപോലെ ഡെമോൺസ്ട്രേറ്റർ EL ഈ 2 ട്രേഡിൻ്റെയും എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓൾറെഡി നമ്മൾ ബുക്ക്ലെറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. ബുക്ക്ലെറ്റ് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സിൻ്റെ കോച്ചിങ് മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സ് പ്ലസ് ഡെമോൺ EC EL ഇതിൻ്റെ കോംബോ ബാച്ചായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ മെയ് 10 മുന്നേ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മളിപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 7,000 റുപ്പീസിന് 2 ബാച്ചും കൂടിയും കോംബോ ആയിട്ട് എടുക്കാം, ഇൻക്ലൂഡിങ് ബുക്ക്ലെറ്റ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.